നമ്മളിപ്പോൾ വന്നേക്കുന്നത് കടമ്പ്രയാർ എക്കോ ടൂറിസ്റ്റ് വില്ലേജിലാണ് കേട്ടോ. ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ കിഴക്കമ്പലം പഞ്ചായത്തിൽ പഴങ്ങനാടെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കടമ്പ്രയാർ എക്കോ ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈഡ് കായലും ഒരു സൈഡ് തെങ്ങിൻ തോപ്പും പാടമൊക്കെ ആയിട്ട് നടുക്കൊരു വാക്ക് വേ, കുറേ ദൂരം നടക്കാനായിട്ടൊരു വാക്ക് വേ ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മുന്നേ നവംബർ ഡിസംബർ മാസം നമ്മുടെ മഞ്ഞുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ നല്ല കോടയൊക്കെ കിട്ടും. പിന്നെ ഒരു മൂന്നാറ് പോയൊരു ഫീലും നമുക്ക് ഇവിടെ വന്ന് കിട്ടും കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണ് നമ്മുടെ ഈ കടമ്പ്രയാർ. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് വൈകുന്നേരമാണ്. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ ഇവിടുത്തെ സൺസെറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഹോളിഡേയ്സിൽ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ വന്നപ്പോൾ ഇതുപോലത്തെ വലിയ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇവിടെ ഈ കയാക്കിങ്ങും കൊട്ടവഞ്ചി പിന്നെ പെഡൽ ബോട്ട് സർവീസ് അങ്ങനെ മണിക്കൂറിനും മിനിറ്റിനും ഒക്കെ അനുസരിച്ചാട്ടോ റേറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെയാണ് ഈ ബോർഡിൽ കാണിച്ചേക്കുന്നത്. മുന്നേ വന്നപ്പോൾ ഇതില്ലായിരുന്നു കേട്ടോ, പുതുതായിട്ട് തുടങ്ങിയതാണ് ഇതൊക്കെ. കൊച്ചിയിലെ തിരക്കിന്നൊക്കെ മാറിയിട്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ഈ കടമ്പ്രയാർ എക്കോ ടൂറിസ്റ്റ് വില്ലേജ്. ഇതുപോലെയുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നല്ല രീതിക്ക് വരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് കയറി അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് സീ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടമ്പ്രയാർ. മുന്നേ ഈ ബോട്ടിങ്ങും റെസ്റ്റോറൻറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് കാലമായിട്ടുള്ളൂ ഇതൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതുപോലുള്ള 2 ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് കേട്ടോ ഇവിടെ. ഇതൊരെണ്ണം, പിന്നെ കുറച്ച് നമ്മൾ നടന്ന് പാടത്തിൻ്റെ സൈഡിൽ കൂടെ നടന്ന് കുറച്ച് ദൂരെ ചെല്ലുമ്പോഴത്തേക്കും വേറൊരു ഹാങ്ങിങ് ബ്രിഡ്ജ്, അങ്ങനെ 2 ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളും പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറിയ സമയത്ത് ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. കുറച്ച് മുന്നൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് പതിയെയാണ് കേട്ടോ പാലത്തിലേക്ക് കയറാൻ നോക്കിയത്. ഇത് കണ്ടില്ല എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. കായലും പാടവും തെങ്ങിൻ തോപ്പൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ തന്നെയല്ലേ. ഇത് വൈകുന്നേരം സൺസെറ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗി. ഇതുപോലെ തന്നെയാണ് രാവിലെയും വരുമ്പോൾ നല്ല കോടയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ വന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൺസെറ്റ് വ്യൂ നമുക്ക് കിട്ടി കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ ഇവിടെ തന്നെ ഒരു ഡക്ക് വ്യൂ പോയിൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി താറാവുകൾ ഇവിടെ നീന്തി കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോൾ, കാരണം താറാവിനെയാണൊന്നും കാണാൻ പറ്റില്ല. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി താറാവിനെയും ഒക്കെ കാണുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളൊരു 5 മണി കഴിഞ്ഞപ്പോഴാണ് വന്നത്. സൺസെറ്റ് കാണാൻ പാകത്തിന് വന്നപ്പോഴത്തേക്കും താറാവൊക്കെ അങ്ങ് പോയി. താറാവിനെ കാണാൻ പറ്റിയില്ല. അത് കാരണം ഇതിന് മുന്നേ വന്നപ്പോൾ താറാവിനെയൊക്കെ കാണാൻ പറ്റി കേട്ടോ. നമ്മുടെ കൊച്ചിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഉള്ളിലേക്ക് മാറി നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് നമ്മുടെ കടമ്പ്രയാർ. നമുക്കിപ്പോൾ ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ തന്നെ ആ ടൈറ്റാനിക്കിൻ്റെ ഷേപ്പിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ യൂറോടെക്കിൻ്റെ മറൈൻ അക്കാഡമിയാണ് കേട്ടോ. നമ്മളൊരു ഈവനിങ് ടൈമിനൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ.
അത്രയും ദൂരം നടന്ന് സൺസെറ്റൊക്കെ കണ്ട് പിന്നെ ബോട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ കുട്ടികൾക്കായാലും വലിയ ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല, ഓടി നടക്കാൻ പറ്റും. അങ്ങനെ അവർക്കും വലിയ ബോറിംഗ് ഒന്നുമില്ല, ഒരു പാർക്കിൽ വന്നൊരു ഫീൽ തന്നെയായിരിക്കും അവർക്ക്. ഇത്രയും ദൂരം നടന്ന് ഋഷി തന്നെയല്ലേ, ഋഷി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ നിന്ന് നമ്മുടെ വണ്ടർല കാണാം കേട്ടോ. അതാണ് ഈ സൂം ചെയ്ത് കാണിച്ചേക്കണേ വണ്ടർല. അതിന് അപ്പുറമായിട്ട് ഇൻഫോ പാർക്ക്, അങ്ങനെ കുറച്ച് ബിൽഡിങ്സും വണ്ടർലയും അവിടുത്തെ റൈഡും അങ്ങനെ കുറച്ചൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റീൽസിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഋഷിയുടെ കൂടെ കളിച്ചെനിക്കൊന്ന് ഇവിടുത്തെ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് കാരണം മൂക്കിലും ചുണ്ടിലും ഒക്കെ ചെറിയ പാച്ച് വർക്കൊക്കെ ഉണ്ടായി. എന്നാലും നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു വന്നേ. ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാർ ചൂണ്ടയിടുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ലൈവായിട്ട് ചൂണ്ടയിടുന്നതൊക്കെ കണ്ടൊക്കെ നിന്ന് ആസ്വദിച്ച് പതിയെ നടന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടുതൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് നോക്കണം. നൈറ്റ് ആകുമ്പോൾ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വൈബാണ് കേട്ടോ ഇവിടെ. നമ്മൾ പിന്നെ നടന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. വീണതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കണ്ടേ, അത് കാരണം ചായയൊക്കെ കുടിച്ച് വീണ വിഷമമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്ന് കുറച്ച് നേരം.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നൈറ്റ് ആകുമ്പോൾ വേറൊരു വൈബാണ്. കണ്ടില്ലേ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.